നാട്ടികയിൽ മത്സരിക്കാൻ ഉറച്ച സി മുകുന്ദൻ. UDF പിന്തുണ ഇല്ലെങ്കിലും മത്സരിക്കാനാണ് തീരുമാനം. BJP നേതാക്കൾ ഉൾപ്പെടെ പലരും താനുമായി ബന്ധപ്പെടുന്നുണ്ട്. പിന്തുണ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുകുന്ദൻ പറഞ്ഞു. നടരാജ് പരശുറാം ചേരും. നടരാജ്, എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മുകുന്ദന്റെ സ്ഥാനത്ത് എതിർക്കുന്നത്? കോൺഗ്രസിൽ യുവ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഏറെക്കാലമായി പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് സുനിൽ ലാലൂർ കഴിഞ്ഞ 5 വർഷമായും അതിനു മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷവും ഈ മണ്ഡലം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇതിനിടയ്ക്ക് പുറത്തുനിന്ന് ഇറക്കുന്ന ആൾ സ്ക്രാപ്പാണ്, പാഴ്വസ്തുവാണെന്നാണ് കഴിഞ്ഞ ദിവസം പ്രാദേശിക നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ എതിർപ്പ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് മുകുന്ദനെ പിന്തുണയ്ക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് UDF പോയത്. UDF പിന്തുണച്ചേക്കില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതിന് പിന്നാലെയാണ് മുകുന്ദന്റെ നിലപാട് ആരാഞ്ഞത്. മുകുന്ദൻ ഇപ്പോഴും പാർട്ടിക്ക് എതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. താൻ പാർട്ടിക്കെതിരെ മത്സരിക്കും. അത് പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയാണ് താൻ ആഗ്രഹിച്ചത്. അതില്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJP നേതാവായ അജിത്ത് മുകുന്ദനെ വീട്ടിലെത്തി കണ്ട് മടങ്ങിയിട്ടുണ്ട്. BJP പിന്തുണ തേടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് തനിച്ച് മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് ഉള്ള സംഭാഷണത്തിലൊക്കെ തന്നെ തമാശ രൂപത്തിൽ CC മുകുന്ദൻ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയുണ്ടെങ്കിൽ മാത്രമേ പ്രതിഷേധ സൂചകമായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ BJP പിന്തുണയ്ക്കുമ്പോൾ BJPയുടെ പിന്തുണ കൂടി അദ്ദേഹം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നിലപാട് അദ്ദേഹം ഇന്ന് വൈകിട്ടോ നാളെയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അതിന്റെ സാധ്യതകൾ ഇപ്പോഴും ആരായുന്നുണ്ട്. കോൺഗ്രസ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയെതിരെ പ്രഖ്യാപിക്കാത്തതിനാൽ മാധ്യമങ്ങളോട് നിലപാടൊരു സൗണ്ട് ബൈറ്റായി നൽകാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് നേതാക്കളെ കണ്ടിരുന്നെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുകുന്ദനെ കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒടുവിൽ BJP പാളയത്തിൽ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അജിംസ്.